എല്ലാവർക്കും നമസ്കാരം. രാമായണം 17-ാം ദിവസം. ലങ്കാദഹനം. വാനരൻ്റെ ഉപദേശം രാവണൻ്റെ ഉള്ളിൽ രോഷാഗ്നി ഉണർന്നു. ഈ കള്ളനെ ഇപ്പോൾ തന്നെ കൊല്ലണമെന്ന് കൽപ്പിച്ചു. അരുത് എന്ന് അനുജനായ വിഭീഷണൻ വിലക്കി. ദൂതന്മാരെ കൊല്ലുന്നത് ശരിയല്ല. മാത്രമല്ല, നമ്മളിവനെ കൊന്നാൽ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് രാഘവൻ അവിടെ അറിയുക? വാനരൻ്റെ ബലം അവൻ്റെ വാലിലാണ്. അതുകൊണ്ട് അവൻ്റെ വാലിൽ തീ കൊളുത്തി വിടാമെന്ന് വിഭീഷണൻ നിർദ്ദേശിച്ചു. വാല് പോയ കുരങ്ങനെ ആരും കൂട്ടത്തിൽ കൂട്ടുകയില്ല. അതിലും വലിയൊരു നാണക്കേട് വേറെയുണ്ടോ? താമസിച്ചില്ല. രാക്ഷസന്മാർ ഹനുമാൻ്റെ വാലിൽ തുണി ചുറ്റി എണ്ണയിൽ കുതിർക്കാൻ തുടങ്ങി. എത്ര ചുറ്റിയിട്ടും തുണി പോരാ, എത്ര ഒഴിച്ചിട്ടും എണ്ണയും പോരാ. അവർ വല്ലാതെ കുഴങ്ങി. ഒടുവിൽ അത്രയും മതിയെന്ന് നിശ്ചയിച്ച് അവർ തീ കൊളുത്തി. ഹനുമാൻ പടിഞ്ഞാറേ ഗോപുരത്തിലേക്ക് ചാടിക്കയറി. അവിടെ നിന്ന് തുടങ്ങി ലങ്കാദഹനം. നിമിഷങ്ങൾക്കുള്ളിൽ ലങ്കാനഗരമാകെ അഗ്നി പടർന്നു. എങ്ങും മുറവിളി ഉയർന്നു. അനേകം രാക്ഷസന്മാർ വെന്തു മരിച്ചു. പാപിയായ ദശാസ്യൻ കാരണം ആണ് നമുക്ക് ഈ ഗതി വന്നത് എന്ന് പലരും അലമുറയിട്ടു. 700 യോജന വിസ്തീർണമുള്ള ലങ്കാനഗരിയെ ഹനുമാൻ ക്ഷണനേരം കൊണ്ട് ഭസ്മമാക്കി. അവസാനം സമുദ്രത്തിൽ ചാടി വാലിലെ തീയണച്ചു. വീണ്ടും വായുപുത്രൻ സീതയെ ചെന്ന് കണ്ട് നമസ്കരിച്ചു. താൻ ചെയ്ത സാഹസങ്ങളെല്ലാം ഉണർത്തിച്ചു. ദേവിയെ തോളിലേറ്റി ആ നിമിഷം തന്നെ അക്കരയ്ക്ക് കൊണ്ടുപോകാൻ തയ്യാറാണെന്നും അറിയിച്ചു. നിന്റെ ശക്തിയിൽ വിശ്വാസം പോരാഞ്ഞിട്ടല്ല, സീത തെളിഞ്ഞ മുഖത്തോടെ പറഞ്ഞു. ആരും അറിയാതെ രഹസ്യമായി ഇവിടെ നിന്നും പോയാൽ അത് എൻ്റെ പ്രാണനാഥൻ്റെ കീർത്തിയെ ബാധിക്കും. അവിടുന്ന് വന്ന് രാവണനെ കൊന്ന് എന്നെ കൊണ്ടുപോകട്ടെ. അതിനുവേണ്ടി നീ ഉത്സാഹിക്കുക. സീത ഹനുമാനെ യാത്രയാക്കി. മൂന്ന് ലോകങ്ങളെയും പ്രകമ്പനം കൊള്ളിക്കും വിധം അലറിക്കൊണ്ട് ഹനുമാൻ വാനര സംഘത്തിലേക്ക് തിരിച്ചെത്തി. ആ അലറൽ കേട്ടപ്പോഴേ കാര്യം സാധിച്ചു എന്നവർക്ക് മനസ്സിലായി. രാമദേവൻ്റെ അനുഗ്രഹത്താൽ ഞാൻ സീതാദേവിയെ കണ്ടു. തുടർന്ന് എല്ലാ കാര്യങ്ങളും ഓരോന്നായി അവർക്ക് പറഞ്ഞു കൊടുത്തു. കവികളെല്ലാവരും വിസ്മയാധീനരായി കേട്ടിരുന്നു. ജാമ്പവാദികളെ കൂട്ടി ഒട്ടും നേരം കളയാതെ വാനരന്മാർ രാമൻ്റെ അരികിലേക്ക് പുറപ്പെട്ടു. നേരെ മധുവനത്തിൽ ചെന്ന് ഇഷ്ടം പോലെ ഫലമൂലങ്ങൾ കഴിച്ച് വിശപ്പും ക്ഷീണവും തീർത്തു. അങ്കദനും ഹനുമാനും അടങ്ങുന്ന വാനരസംഘം തൻ്റെ പ്രിയപ്പെട്ട മധുവനത്തിൽ അനുവാദമില്ലാതെ പ്രവേശിച്ച് പഴങ്ങളെല്ലാം പറിച്ചു തിന്നുന്ന വിവരം ഭടന്മാർ സുഗ്രീവനെ അറിയിച്ചു. അവർ കാര്യം സാധിച്ച് സന്തോഷിച്ചുള്ള വരവാണ്. സുഗ്രീവൻ ഭടന്മാരോട് പറഞ്ഞു, ക്ഷണത്തിൽ അവരെ കൂട്ടിക്കൊണ്ടുവരിക. ശ്രീരാമനെ വീണു മടങ്ങി മാരുതി അറിയിച്ചു. കനിവിനോട് കണ്ടേനഹം ദേവിയെ. അവിടുത്തെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ദേവിയെ കണ്ടെത്താനായത്. അങ്കുലീയം കയ്യിൽ കൊടുത്തതും ദേവി കണ്ണീരുകൊണ്ട് അത് കഴുകി ശിരസിൽ ചേർത്തതും ഹനുമാൻ രാമനോട് പറഞ്ഞു. അങ്ങേക്ക് വിശ്വാസം വരുവാനായി ദേവി ചൂടാരത്നം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. രാമൻ്റെ തൊണ്ടയിടറി. സന്തോഷാശ്രുക്കളാൽ കവിൾത്തടം നനഞ്ഞു. ഹനുമാനെ പിന്നെയും പിന്നെയും ആലിംഗനം ചെയ്തു. നിനക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഞാൻ ശക്തനല്ല. സർവസ്വവും മമ തന്നേൻ നിനക്കു ഞാൻ. അത്രയ്ക്കും വലിയൊരു ഉപകാരമാണ് പൂർണ്ണ മനസ്സോടെ ഭഗവാൻ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ ചെന്ന് മൈഥിലിയെ കണ്ടുവന്ന്, ദേവകൾക്ക് പോലും അസാധ്യമായ കാര്യം, ഇനി നമ്മൾ എങ്ങനെ വാരുതി കിടക്കും, ലങ്കയിലെത്തും? രാമൻ ചിന്താധീനനായി. എന്നാൽ ആ കാര്യത്തിൽ സുഗ്രീവന് ആശങ്കയുണ്ടായില്ല. വാനരന്മാരുടെ കയ്യിൽ ശക്തിയിൽ അത്രയും വിശ്വാസമുണ്ടായിരുന്നു സുഗ്രീവന്. തീയിൽ ചാടാൻ പറഞ്ഞാലും പിന്നീടാവാമെന്ന് പറയുന്നവരല്ല എൻ്റെ കൂട്ടർ. നേരം കളയാതെ ശ്രമം തുടങ്ങണം. നല്ല നിമിത്തങ്ങൾ തുടർച്ചയായി കാണുന്നു. സുഗ്രീവൻ രാമനെ ഉത്സാഹിപ്പിച്ചു. നമുക്ക് വാരുതി പറ്റിച്ച് ഒരു പാലം തീർക്കാം. ശ്രീരാമൻ ഹനുമാനെ അരികിൽ വിളിച്ച് ലങ്കാനഗരിയെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ മനസ്സിലാക്കി. രാമൻ്റെ മുന്നിൽ മാരുതി ലങ്കാനഗരത്തിൻ്റെ വിശദമായൊരു ചിത്രം തന്നെ വാക്കാൽ വരച്ചു കാട്ടി. അന്ന് 700 യോജന ചുറ്റളവുള്ള ലങ്കയുടെ 3/4 ഭാഗവും സൈന്യത്തിൻ്റെ 1/4 ഭാഗവും താൻ ഭസ്മമാക്കി കഴിഞ്ഞു. വാനരന്മാരെല്ലാവരും അങ്ങയുടെ ആജ്ഞയ്ക്കായി കാത്തു നിൽക്കുകയാണ്. കാലവിളംബം കൂടാതെ മഹാപ്രസ്ഥാനം ആരംഭിക്കാം. നമുക്ക് പടകൂട്ടാം. ഇത് വിജയമുഹൂർത്തമാണ്. രാഘവൻ സുഗ്രീവന് നിർദ്ദേശം നൽകി. എൻ്റെ വലത്തെ കണ്ണ് തുടിക്കുന്നു. അത് ശുഭലക്ഷണമാണ്. മഹാബലനായ നീലൻ സൈന്യാധിപനായി. മുന്നിൽ മാരുതിയുടെ ചുമലിലേറി രാമൻ. അതിനു പിമ്പെ സൗമിത്രി സുഗ്രീവൻ്റെ തോളിൽ. രാക്ഷസ രാജ്യത്തെ ലാക്കാക്കി വാനരപ്പട യാത്രയായി. കടൽ നടന്നെടുക്കുന്നത് പോലെയാണ് അവർ മുന്നേറിയത്. അവർ തെക്കേ സമുദ്രതീരത്തുള്ള മഹേന്ദ്ര പർവ്വതത്തിനരികെ എത്തി. അന്ന് രാത്രി അവിടെ കഴിച്ചു.
സമുദ്രത്തിൻ്റെ വടക്കേ കരയിൽ ദശരഥപുത്രന്മാരും സുഗ്രീവനും തമ്പടിച്ചിരിക്കുന്ന വിവരം രാവണൻ്റെ കാതിലെത്തി. ക്ഷണത്തിൽ രാവണൻ മന്ത്രിമാരെ വിളിച്ച് കാര്യാലോചന തുടങ്ങി. മാരുതി ലങ്കയിൽ കാണിച്ച പരാക്രമങ്ങൾ രാവണനെ അത്യധികം അസ്വസ്ഥനാക്കിയിരുന്നു. അവൻ തൻ്റെ മകനായ അക്ഷയകുമാരൻ്റെ കഥയും കഴിച്ചു. രാവണന് ധൈര്യം ചോരുന്നതുപോലെ തോന്നി. രാമൻ വെറുമൊരു മനുഷ്യൻ, അവനെ ഒരു വിധത്തിലും ഭയപ്പെടേണ്ടതില്ല. ഇന്ദ്രനെ ജയിച്ച മേഘനാഥൻ കൂടെയുള്ളപ്പോൾ നമ്മൾ ആരെ ഭയപ്പെടണം? കാലനെ പോരിൽ ജയിച്ച ഭഗവാൻ രാമനെ ഭയപ്പെടുന്നതിൽ എന്ത് ന്യായം? കൈലാസ ശൈലം എടുത്തിളക്കി ശിവൻ്റെ കൈകളിൽ നിന്നും അങ്ങ് ചന്ദ്രഹാസം നേടിയില്ലേ? മന്ത്രിമാർ ഇങ്ങനെ പലതും പറഞ്ഞപ്പോൾ രാവണൻ്റെ ഉൾഭയം ഒട്ടൊന്ന് മാറി. അപ്പോഴാണ് അനുജൻ കുംഭകർണൻ 6 മാസത്തെ ഉറക്കം കഴിഞ്ഞെഴുന്നേറ്റ് ജ്യേഷ്ഠനെ കാണാൻ വന്നത്. ദശാസ്യൻ അരികിലിരുത്തി അനുജനെ വർത്തമാനമെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. താങ്കൾ ഇതുവരെ ചെയ്ത പ്രവൃത്തികളെല്ലാം താങ്കളുടെ പ്രാണഹാനിക്കുള്ളതാണ്. ഒട്ടും സങ്കോചമില്ലാതെ കുംഭകർണൻ പറഞ്ഞു. രാമൻ ഭവാനെ കണ്ടാൽ ആ നിമിഷം ഭവാന്റെ കഥ കഴിയും. അതുകൊണ്ട് ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ശ്രീരാമനെ പോയി ആശ്രയിച്ചു കൊള്ളുക. ഇളയച്ചൻ പറഞ്ഞു നിർത്തും മുമ്പേ ഇന്ദ്രജിത്ത് ധിക്കാരപൂർവ്വം പറഞ്ഞു. അച്ഛനൊന്നുകൊണ്ടും പേടിക്കണ്ട. കേവലം മനുഷ്യനായ രാമനെയും അവൻ്റെ വാനരപ്പടയെയും കൊന്നൊടുക്കാൻ ഞാൻ ഒരാൾ മതി. അരികിലിരുന്നിരുന്ന വിഭീഷണൻ അപ്പോൾ താഴ്മയോട് പറഞ്ഞു. രാമനോട് പൊരുതി ജയിക്കാമെന്ന വ്യാമോഹം വേണ്ട. അവിടുന്ന് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. ജാനകി ദേവിയെ ശ്രീരാമചന്ദ്രൻ കൊണ്ടുപോയി കൊടുത്ത് സുഖമായി വാഴുക. അങ്ങനെ ലങ്കയെയും രാക്ഷസ വംശത്തെയും വന്നെടുത്ത മഹാവിപത്തിൽ നിന്നും രക്ഷിക്കുക. വിഭീഷണൻ്റെ സാരോപദേശം ദശമുഖന് പൊറുക്കാനായില്ല. ഇനിയും മുന്നിൽ നിന്നാൽ കൊന്നുകളയുമെന്നായി രാവണൻ. ജ്യേഷ്ഠൻ്റെ കാൽ തൊട്ട് വന്നിച്ച് അനിയൻ കൊട്ടാരം വിട്ട് യാത്രയായി. രാമൻ തന്നെ ശരണം എന്ന് മനസ്സിലുറപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ 4 രാക്ഷസ പ്രമുഖരും രാമപക്ഷത്തേക്ക് നീങ്ങി. അങ്ങനെ വിഭീഷണൻ അഭയം തേടി രാമൻ്റെ അടുത്തെത്തുകയാണ്. തുടർന്ന് അടുത്ത ദിവസം.